അപ്പോൾ പറഞ്ഞു വന്ന മാതിരി ഇൻ്റർവ്യൂവും കഴിഞ്ഞു, ഓഫറും കിട്ടി. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അത് ഒഫീഷ്യലി ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് നീട്ടി പിടിച്ചൊരു മെയിലങ്ങ് എഴുതി F&B മാനേജർക്ക് എനിക്കിതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ദിസ് വാസ് എ ടഫ് ഡിസിഷൻ. എന്തായാലും കുറച്ച് ഫോമൽ ആയിക്കോട്ടെ എന്ന് ഓർത്തു. സോ ദിസ് എ റൈറ്റ് ടൈം ഫോർ എ ഗുഡ് കരിയർ ചേഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടിയിട്ട് ഒരു മെയിലേക്ക് അയച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസും കിട്ടി. കൺഗ്രാജുലേഷൻസ് ഫോർ യുവർ ന്യൂ ഓപ്പർച്യൂണിറ്റി. പുള്ളിക്കാരൻ ഹോളിഡേ പോവാണ്, വന്നു കഴിയുമ്പം ഈ അഡ്വഞ്ചറസ് പുതിയ ജേണിയെക്കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. സോ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ഓഫർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഓഫറല്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കമ്പനിക്ക് പുതിയൊരു റീപ്ലേസ്മെൻറ്റിനെ കണ്ടെത്താൻ കൊടുക്കേണ്ട ഒരു ടൈം പീരീഡ് വിച്ച് ഇസ് നോട്ടീസ് പീരീഡ്. ഞാനിവിടെ സൈൻ ചെയ്തിരിക്കുന്നത് ഒരു പാർട്ട് ടൈം കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 30 ദിവസമൊന്നും നോട്ടീസ് പീരീഡ് കൊടുക്കേണ്ട കാര്യമില്ല. ചെയ്യുന്ന ജോലിയോടും ജോലി സ്ഥലത്തോടും ഒക്കെയുള്ള ഒരു റെസ്പെക്റ്റ് കൊണ്ട് കുറഞ്ഞതൊരു 3 ആഴ്ചയെങ്കിലും നോട്ടീസ് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അത് ഇൻ്റർവ്യൂവിന് പറഞ്ഞപ്പോഴും മാനേജർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം പുതിയൊരു ഓഫർ വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തെ ഒരു ഷിറ്റിലിട്ടിട്ട് പോകാമെന്നുള്ളൊരു പ്രിൻസിപ്പിൾ ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്യരുത്. കഴിഞ്ഞ 1.5 വർഷക്കാലത്ത് ഇവിടുത്തെ ജേണിയിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലെ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിലൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുള്ളവരാണ് ഇവരൊക്കെ. ഇവരെയൊക്കെ ഞാൻ ഒരുപാട് മിസ്സും ചെയ്യും. ഈവൻ തോ ഞാൻ ഈ ജോലി ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഇവരുടെയൊക്കെ മനസ്സിൽ എന്ന് ഞാനുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുപോലെ അവരെൻ്റെ മനസ്സിലും ഉണ്ടാകും. സോ ഇനിയുള്ള 3 ആഴ്ച ഏറ്റവും ഫണ്ണി ആയിട്ട്, ഹാപ്പി ആയിട്ട്, മെമ്മറബിൾ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്ത് തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.